എല്ലാ ദിവസവും ഒരു ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളുടെയൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്ന സ്നേഹസ്വരൂപനായ ഈശോയെ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. സ്നേഹീശോയെ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ മുമ്പിലായിരിക്കുമ്പോൾ ഞങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യുവാനായിട്ട് പോകുന്ന എല്ലാ പ്രവൃത്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുവാനായിട്ട്, അങ്ങയുടെ പ്രീതിക്കനുസരിച്ച് ചെയ്യുവാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. എന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ അങ്ങയുടെ സ്നേഹം പകരുവാനും, അങ്ങാണ് യഥാർത്ഥ രാജാവെന്നും അങ്ങാണ് യഥാർത്ഥ രക്ഷകനെന്നും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ള ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ. സ്നേഹിച്ചോയെ, ഇന്ന് ഓഗസ്റ്റ് 5-ാം തീയതി രാവിലെ അങ്ങയുടെ മുമ്പിലായിരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഞങ്ങൾ ധ്യാനിക്കുവാനായിട്ട് പോകുക പരിശുദ്ധ അമ്മയെ പറ്റിയാണ്. പരിശുദ്ധ അമ്മയുടെ സേവന മനോഭാവത്തെ പറ്റിയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മാലാഖയിൽ നിന്നും ദൈവത്തിൻ്റെ വലിയ സന്ദേശം സ്വീകരിച്ച പരിശുദ്ധ അമ്മ സ്വന്തം കാര്യങ്ങൾ മാത്രമല്ല ശ്രദ്ധിച്ചത്. പരിശുദ്ധ അമ്മ എലിസബത്തിനെ കാണുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. എലിസബത്ത് ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ വളരെ സന്തോഷത്തോടെ അവിടെ നിന്നും യാത്രയായി, അവളെ സഹായിക്കണം എന്ന ആഗ്രഹത്തോടെ. മറിയത്തിൻ്റെ ജീവിതത്തിൽ നാം കാണുന്നത് വളരെ വലിയൊരു സത്യമാണ്. ദൈവത്തെ സ്വീകരിച്ച ഹൃദയം മറ്റുള്ളവരെ സേവിക്കാനായിട്ട് തയ്യാറാകുന്നു എന്ന്. മറിയം ഞാൻ ദൈവത്തിൻ്റെ അമ്മയാകാൻ പോകുന്നു എന്ന് അവൾക്കറിയാമായിരുന്നു. പക്ഷേ എന്നിട്ടും വിശ്രമിക്കാനായിട്ട് അവൾക്ക് തോന്നിയില്ല. മറിച്ച് സ്വന്തം സന്തോഷത്തിലും മഹത്വത്തിലും അവൾ ഒതുങ്ങാതെ മറ്റുള്ളവരുടെ ആവശ്യത്തെ അവൾ തിരിച്ചറിഞ്ഞു. എലിസബത്തിന് തൻ്റെ സഹായം ആവശ്യമുണ്ടാകും എന്ന് മനസ്സിലായപ്പോൾ അവൾ നേരെ എലിസബത്തിൻ്റെ അടുത്ത് പോയി. മാസങ്ങളോളം എലിസബത്തിൻ്റെ കൂടെ പരിശുദ്ധ അമ്മ താമസിച്ച് അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. സ്നേഹമുള്ളവരെ, യഥാർത്ഥ സ്നേഹം അത് വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. സ്നേഹം പ്രവർത്തിക്കുമ്പോഴാണ് അത് സേവനമായിട്ട് മാറുക. നമ്മുടെ ചുറ്റും സഹായം ആവശ്യമുള്ളവർ ധാരാളമുണ്ട്. വീട്ടിൽ ക്ഷീണിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ട്, ഏകാന്തത അനുഭവിക്കുന്നവരുണ്ട്, രോഗികളുണ്ട്, നമ്മളുടെ തന്നെ വിഷമം അനുഭവിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. ആരോടും തൻ്റെ വേദനകൾ പറയുവാനായിട്ട് സാധിക്കാതെ വീട്ടിൽ തന്നെ ആ വേദനകളൊക്കെ ഹൃദയത്തിൽ മാത്രം വെച്ച് കരയുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അവരെയെല്ലാം ഈ നിമിഷം നമുക്ക് ഓർക്കാം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കില്ലാതെ പോകുന്ന ഒന്നാണ് സമയമെന്ന് പറയുക. ആര് എന്ത് ഒരു സഹായത്തിന് ചോദിച്ചാലും നമ്മൾ ആദ്യം പറയുക സമയമില്ല എന്നാണ്. എന്നാൽ പരിശുദ്ധ അമ്മ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിന്റെ അടുത്തുള്ള ഒരാൾക്ക് നിന്റെ സ്നേഹവും സഹായവും ആവശ്യമെങ്കിൽ നീ അവൻ്റെ അടുത്തേക്ക് പോകുമോ എന്ന്. മറിയം എലിസബത്തിൻ്റെ വീട്ടിലോട്ട് പോയപ്പോൾ അവൾ വെറുമൊരു സന്ദർശകയായല്ല പോയത്. അവൾ തൻ്റെ ഉള്ളിൽ യേശുവിനെ വഹിച്ചുകൊണ്ടാണ് പോയത്. അതുകൊണ്ട് അവളുടെ വരവ് സന്തോഷത്തിൻ്റെ വരവായി മാറി. എലിസബത്ത് മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ അവളുടെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എന്നാണ് പറയുക. ഒരു ആത്മീയ സന്ദേശം നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട്. നാം മറ്റുള്ളവരെ കാണാൻ പോകുമ്പോൾ നമ്മുടെ കൂടെ യേശുവും പോകുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന സഹായങ്ങൾ അത് യഥാർത്ഥത്തിൽ അവർക്ക് സഹായകരമായി ഭവിക്കുന്നുണ്ടോ
അതോ ദോഷകരമാണോ ഭവിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. മറിയം എലിസബത്തിന് നൽകിയത് സമ്പത്തോ പ്രശസ്തിയോ ഒന്നുമല്ല, മറിച്ച് അവൾ നൽകിയത് തൻ്റെ സമയമായിരുന്നു, സാന്നിധ്യമായിരുന്നു, സ്നേഹമായിരുന്നു, സഹായമായിരുന്നു. ചിലപ്പോൾ ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ളത് വലിയൊരു സമ്മാനമല്ല, അവൻ്റെ അടുത്ത് ഇരുന്ന് കേൾക്കാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. വിഷമിക്കുന്ന ഒരാളോട് പറയുന്ന ഒരു നല്ല വാക്കായിരിക്കും. രോഗിയായ ഒരാൾക്ക് വേണ്ടി നടത്തുന്ന ഒരു ചെറിയ പ്രാർത്ഥനയായിരിക്കും. പ്രിയപ്പെട്ടവരെ, സേവനം വലിയ കാര്യങ്ങളിൽ മാത്രം കാണപ്പെടുന്നതല്ല. വീട്ടിൽ മാതാപിതാക്കളെ സഹായിക്കുന്നത് സേവനമാണ്. സഹോദരനെയോ സഹോദരിയോ സ്നേഹത്തോടെ പരിഗണിക്കുന്നത് അതുമൊരു സേവനമാണ്. വേദനിക്കുന്ന ഒരു സുഹൃത്തിന് ആശ്വാസവാക്ക് പറയുന്നത് ഒരു സേവനമാണ്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അതൊരു സേവനമാണ്. വിഷമിക്കുന്ന ഒരാളുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുന്നത് അതൊരു സേവനമാണ്. നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുന്നത് പോലും സ്നേഹത്തിൻ്റെ വലിയ സേവനമാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ കാണിച്ചു തന്ന ആ വലിയ മാതൃക, ഈ സേവനത്തിൻ്റെ മാതൃക, ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ട് അവൾ മനുഷ്യരെ സ്നേഹിച്ചു, മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ട് അവൾ അവരെ സേവിച്ചു. ഇന്ന് ഈ ആരാധനയിൽ നമുക്കും പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ മുമ്പിലേക്ക് സേവനത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച എല്ലാവരെയും ഓർക്കാം. അവർക്കെല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.